കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ BJPക്ക് തോറ്റത് മാത്രമാണ് ഓർമ്മയുള്ളത്. പലയിടങ്ങളിലും അമ്പെ പരാജയപ്പെട്ടത്. എങ്ങനെയെങ്കിലുമൊക്കെ അധികാര കസേരയിൽ ഏറി എന്നത് ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് അങ്ങോട്ട് കൊഴിഞ്ഞുപോക്കിന്റെ വലിയ നിര തന്നെയാണ്. ഇവിടെ രണ്ട് കാരണങ്ങൾ. ഒറ്റത്തോൽവിയിൽ BJP നീട്ടിയെറിയുകയാണ് ഇപ്പോൾ സഖ്യകക്ഷികൾ. ഇങ്ങനെയും സംഭവിക്കുമല്ലേ എന്ന് പരസ്പരം ചോദിക്കുകയാണിപ്പോൾ അമിത്ഷായും മോദിയും. കാരണം കഴിഞ്ഞ 10 വർഷം BJPയിൽ ചേരുന്നവരുടെ എണ്ണം കുത്തനെ കൂടിയപ്പോൾ ഇക്കുറി BJPയിൽ നിന്ന് അകന്നു പോകുന്നവരുടെ എണ്ണമാണ് കുത്തനെ കൂടിയിരിക്കുന്നത്. അതൊരു തരത്തിലും BJPക്ക് താങ്ങാനാവുന്നതല്ല. മണിപ്പൂരിൽ ഹിന്ദുത്വ ഭ്രാന്തും ക്രിസ്ത്യൻ വിരുദ്ധതയുമാണ് വിനയായി മാറിയത്. BJP സഖ്യം വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കാൻ സഖ്യകക്ഷികൾ നാഗാലാൻഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ പരസ്പരം പഴിചാരിക്കൊണ്ട് NDA സഖ്യകക്ഷികളായ BJPയും NDPയും ഇപ്പോൾ പരസ്പരം ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തെ തുടർന്ന് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJPയുമായുള്ള സഖ്യം ഒഴിവാക്കി ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ധാരണയിലാണ് NDPP എന്ന സഖ്യകക്ഷി. ഇവിടെ NDPPയുടെ സ്ഥാനാർത്ഥി ചുംബൻ മുറയ്ക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് പരാജയപ്പെടേണ്ടി വന്നതിന് കാരണം BJPയുടെ ഹിന്ദുത്വ ഭ്രാന്തും ക്രിസ്ത്യൻ വിരുദ്ധതയുമാണെന്ന് NDPP MLA പറഞ്ഞതിനെ തുടർന്നാണ് പാർട്ടികൾക്കിടയിൽ പോരത്രയും രൂക്ഷമായത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിലാണ് പാർട്ടി. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആരുമായും സീറ്റ് പങ്കിടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പാഠം ഞങ്ങൾ പഠിച്ചു. ആരുടെയൊക്കെയോ തെറ്റുകൊണ്ടാണ് ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടത്. NDPP MLA ആയ മൊത്തേഷി ലോങ് കുമാർ പറഞ്ഞതാണിത്. വംശീയ കലാപം രൂക്ഷമായ മണിപ്പൂരിലെ പള്ളികൾ കത്തിച്ചതും ക്രിസ്ത്യൻ വിരുദ്ധതയും ആളുകളെ പാർട്ടിയിൽ നിന്നും അകറ്റിയെന്നും അദ്ദേഹം ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പൊതുജനങ്ങളുടെ മനസ്സിൽ തങ്ങളുടെ സ്ഥാനം തന്നെ നഷ്ടപ്പെടുന്നതിലേക്ക് ഇത് വഴിയൊരുക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. മതത്തിന്റെ കാർഡ് കളിച്ച് അവർ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. പക്ഷെ അത് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നമായിരിക്കണമെന്നില്ല. ഭരണവിരുദ്ധതയാണ് തോൽവിയുടെ പ്രധാന ഘടകം. പക്ഷെ അത് മറച്ചു വെക്കാൻ അവർ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് എന്നാണ് BJP നിയമസഭാംഗമായ ഇംകോങ് എൽ ഇൻചൻ പറഞ്ഞത്. ഇങ്ങനെ പരസ്പരം രണ്ടു കൂട്ടരും കുറ്റപ്പെടുത്തുകയാണ്. പക്ഷെ ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ തോൽവി എന്നതും കോൺഗ്രസിന്റെ വിജയം എന്നതും മണിപ്പൂരിൽ കാണേണ്ടത് തന്നെയാണ്. കാരണം രാഹുൽ നൽകിയ അഭയമാണ് അതിലേക്ക് നയിച്ചത്. അതായത് കൊടുമ്പിരി കൊണ്ട് വംശീയ കലാപത്തിൽ വീടും കൂടും പിന്നെ മാനവും നഷ്ടപ്പെട്ട് കുട്ടികളും സ്ത്രീകളും അടക്കം വഴികളിലേക്ക് ഇറങ്ങി ഓടുന്ന സമയത്താണ് രാഹുൽ അവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചത്. അവിടെ എങ്ങനെ കോൺഗ്രസ് വിജയിക്കാതിരിക്കും? എങ്ങനെ സഖ്യകക്ഷികൾ തമ്മിൽ തല്ലിപ്പിരിഞ്ഞ് BJPയിൽ നിന്ന് അകന്നു പോകാതിരിക്കും? എന്താണെങ്കിലും ഇത്തരത്തിലുള്ള കാഴ്ചകൾ കൊണ്ട് BJP ഇങ്ങനെ ഓരോ ദിവസവും താഴേക്ക് പതിക്കുന്ന കാഴ്ചയാണ്. മണിപ്പൂരിൽ നിന്നാണെങ്കിലും മഹാരാഷ്ട്രയിൽ നിന്നാണെങ്കിലും ഗുജറാത്തിൽ നിന്നാണെങ്കിലും അങ്ങനെ ഉത്തരേന്ത്യയിൽ നിന്നാണെങ്കിലും അങ്ങനെ BJP അടക്കിവാണ് എല്ലായിടങ്ങളിലും കാണാൻ സാധിക്കുന്നത്.